നമുക്കിവിടെ ഉള്ള നമ്മുടെ ചന്ദ്രനെ നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. അതാരാണ്? നമ്മുടെ സെബക്കുട്ടി. സെബ മൂൺ എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം സെബക്കുട്ടി ഓൺ സ്റ്റേജ്. സെബക്കുട്ടി, ഹലോ. ഹലോ സെബാസ്. നല്ല രസമുണ്ട്. ബ്യൂട്ടിഫുൾ ഡ്രസ്. ശബക്കുട്ടി എപ്പോഴും ഓൾവേസ് സുന്ദരി കുട്ടിയാണ്. അതെ അതെ എവർഷൈനാണ്. ഇന്നത്തെ ഡ്രസ്സിന് പ്രത്യേക ഐശ്വര്യമുണ്ട്. അതിൽ എന്തൊക്കെയോ കുറെ പടമുണ്ട്. ആണല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനും വേണ്ടിയിട്ടുള്ള പാട്ടാണ്. അതെന്താ? മന്ത്രിക്കും മനസ്സ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി. ചേർത്ത് തന്നെ പാടണം കേട്ടോ മോളെ. രഹസ്യങ്ങൾ മന്ത്രിക്കും എന്ന് പറഞ്ഞു. രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി ഞാൻ മാറിപ്പോ. പിന്നെ ഡീറ്റെയിൽസ് പറയും. പാടിയത് യേശുദാസ് സാറും പി സുശീലാമ്മയും. ലിറിക്സ് ഭരണിക്കാവ് ശിവകുമാർ സാർ. പിന്നെ ഫിലിം ചോറ്റാനിക്കരമ്മ. വർഷം 1976. വെരി ഗുഡ്. ഈ ആർ കെ ശേഖർ ആരാണെന്ന് അറിയാമോ? എ ആർ റഹ്മാൻ സാറിന്റെ. യെസ്. പിന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരറിയോ? ആർ കെ ശേഖറിന്റെ അച്ഛന്റെ. അതൊരു ഭാഗവതരായിരുന്നു. മഞ്ചക്കുടി ശാസ്ത്രികൾ. ആണോ? അതെ. ആദ്യമായിട്ട് ഞാൻ അറിയുന്നതാണ് റഹ്മാൻ സാറിന്റെ അച്ഛന്റെ അച്ഛൻ മഞ്ചക്കുടി ശാസ്ത്രികൾ. അദ്ദേഹം വലിയൊരു ഭാഗവതരായിരുന്നു. അദ്ദേഹം ഒരുപാട് ഭജനയ്ക്കൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. പല പല ഭജൻസും അദ്ദേഹം ആ ഒരു ട്യൂൺ എടുത്ത് ഇനി ഒരു മോഡൽ ചെയ്ത് റഹ്മാൻ സാർ അത് വേറൊരു തലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി പാട്ടുകൾ. ചോറ്റാനിക്കരമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മനസ്സു മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ
നല്ലൊരു പാട്ട് മോള് നന്നായിട്ട് പാടി കേട്ടോ. രസമുണ്ടായിരുന്നേ. 2-3 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മോള് നല്ല പെർഫെക്റ്റ് സിംഗിങ് ആയിരുന്നു. തുണ്ടുപല്ലവില് മധുവിധു അതിന്റെ നോട്ട്സ് ശരിയായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മധു എന്ന് പറയുന്നതും കുറച്ച് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കൊള്ളാം. ഒന്ന് പിന്നെ എന്നെ ഇഷ്ടമല്ലേ കതിരുപോലുള്ളൊരു അത് തുടക്കം അതൊന്ന് പാടിക്ക്. രണ്ടാമത് പാടിയപ്പം ഏകദേശം കറക്റ്റായിട്ട് വന്നു. കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്ത് പാടാം. അരുണ കതിരു അടുത്ത് പാടുകൾ ഞാൻ വിരൽ നഖയാണ് നഖ. ഞാന് ഞാൻ എന്ന് പറഞ്ഞ പോയി. പാടുകൾ ഞാൻ നീ ഞാൻ തീർക്കും വിരൽ നഖ പാടുകൾ പഠിക്കും. ഓക്കെ, അടുത്തത് അവിടെയും ഈ ഗമകം കൃത്യമായിട്ട് രാവിൽ അത് കുറച്ചൊരു ഗമകം വരണം കേട്ടോ മോളെ. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കേൾക്കുന്നവർക്ക് ഒന്നുകൂടെ ഒരു സുഖം കിട്ടും. എപ്പോഴും ഈ പാട്ടിനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ടച്ചും കൂടെ കൊടുക്കണം. വെറുതെ പാടിയാൽ മാത്രം പോരാ. മനസ്സിലായോ? എന്താണ് ഫീല് വേണം. പിന്നെ ഫീല് വേണം. മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധു രാത്രി എന്ന് പറയുന്ന ആ വരികൾ നമ്മൾ ഉൾക്കൊണ്ട് പാടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫീൽ കിട്ടും. അത്രേ ഉള്ളൂ. പക്ഷെ നന്നായിരുന്നു, പാടി നന്നായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സെബാമോൻ നന്നായിട്ട് പാടി, ഉഗ്രനായിരുന്നു. ഭൂരിഭാഗം സ്ഥലങ്ങളും നന്നായിട്ട് പാടി കേട്ടോ. ഇപ്പൊ ശ്രീകുട്ടങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. മധുവിധു കുഴപ്പമൊന്നുമില്ല, എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. പിന്നെ വിരൽ നഖപ്പാടുകൾ. ഓക്കെ, ഇതൊക്കെയാണെന്നുണ്ടായ പ്രശ്നങ്ങള് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. പല ഭാഗങ്ങളും വളരെ വളരെ മനോഹരമായിട്ട് പാടി. കുറച്ച് ഫീലും കൂടി ഇപ്പൊ ശ്രീകുട്ടങ്ങൾ പറഞ്ഞ പോലെ ആഡ് ചെയ്യണം. ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പർ. സെബക്കുട്ടി എന്തോ സെബക്കുട്ടിയുടെ ഒരു ഫാനാണ് ഞാൻ. മോളെ, എനിക്ക് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തോന്നി. പിന്നെ ചരണത്തിലെ കളഭ കലശങ്ങളിൽ 2ാം പ്രാവശ്യം എടുത്തപ്പോഴുണ്ടല്ലോ, അതൊന്ന് പഠിക്കാം. കളഭ കലശങ്ങൾ അതുപോലെ അടുത്ത ലൈനും സിരകളെ പൊതിയുമ്പോൾ സുഗന്ധമായി പാടും. ഇവിടെ എല്ലാം ഒരു ചെറിയ ശ്രുതി ചേരായ്മ ഉണ്ടായിരുന്നു മോളെ. പക്ഷെ പല ഭാഗങ്ങളും എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. അപ്പൊ മോൻകുട്ടി, we are giving you 98 out of 100. ആദ്യ ആർക്കേശ്വർ കുട്ടി. മോൻകുട്ടി, പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാന്നേ ഉള്ളൂ. നന്നായി ചെയ്യുന്നുണ്ട്. എന്തൊരു കള്ളത്തരം. ഇപ്പൊ നമുക്ക് 98-നൊക്കെ നല്ല വിലയുള്ള സമയമാണ്. എന്നാലും നമ്മൾ 100 മേടിക്കാൻ നോക്കണം. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. 100 എന്ന് പറഞ്ഞാൽ ഫുൾ കൃത്യമായിരിക്കണം. അതെ, വാശി വേണം, വാശി. ഉണ്ടാവില്ലേ? പിന്നെ എങ്ങോട്ടാ പോണേന്നറിയാലോ. ഫൈനലി അതെ, ഞാൻ വിചാരിച്ചിപ്പോ വില്ലയിലേക്ക് പറയുന്നത്.